അപ്പോൾ പുതിയൊരു ബ്രൈഡൽ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആരുമല്ല, എൻ്റെ കസിൻ്റെ കസിനാണ്. പിന്നെ ബ്രൈഡല്ല, ചെറിയ പെണ്ണാണ്, 10ാം ക്ലാസ്, ഇനി +1 അപ്പോൾ അവളൊന്ന് ബ്രൈഡൽ എന്നല്ല, ഒരു റിസപ്ഷൻ ലുക്ക്, അതായത് പൊന്നിൻ്റെ എന്തോ അല്ല, ഒരു ഡയമണ്ട് ലുക്ക്, ചെറിയ ഒരു മാല, ഒരു ജസ്റ്റ് പേളിൻ്റെ ഒരു അരഞ്ഞാണം, പിന്നെ ജസ്റ്റ് ഒരു പട്ട് സാരി എല്ലാം ആയിട്ട് ഒരു എലഗൻ ലുക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു വ്ളോഗ് നമുക്ക് ത്രൂ ഔട്ട് പോവാം. നിങ്ങളെല്ലാ അഭിപ്രായ പ്രകാരം ഞാൻ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് വ്ളോഗിലേക്ക് കിടക്കാം. നോർമൽ സ്കിന്നാണ് ഇപ്പൊ കാണുന്നുള്ളത്. നോർമൽ ടു ഡ്രൈ, ഓയിലി അല്ല, ഓയിലി എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഓയിലി അല്ല, നോർമൽ ടു ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ മേക്കപ്പ് ഇട്ടിട്ടാ എന്നാൽ ഒരു ലുക്ക് ഉണ്ട്, ആ ഒരു രീതിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഓരോ ഘട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഡ്രൈ ആയതുകൊണ്ട് തന്നെ, നോർമൽ ടു ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാനൊരു മിസ്റ്റാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളത്. ടോണറല്ല, മിസ്റ്റാണ്. കുറച്ച് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളത്. അതൊന്ന് ഡ്രൈ ആയിട്ട് അവിടെ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ലെൻസ് സെറ്റ് ചെയ്യാം. അത്യാവശ്യമുള്ള കളർ ഉള്ളതാണ്, നല്ലൊരു ഇന്ത്യൻ സ്കിൻ ടോണിൽ തന്നെ കുറച്ച് ഫെയറാണ്. അപ്പോൾ നമുക്ക് അവൾക്ക് ഗ്രേ നല്ലതായിട്ട് ചേരും. അതുപോലെ തന്നെ ഡയമണ്ട് ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടുക ഗ്രേ ഇട്ടാലാണ്. ബ്രൗൺ ഇട്ടാൽ ഒന്നും കൂടി ഉണ്ടാവും, പക്ഷെ ബ്രൗൺ ഇടുമ്പോൾ അത് ഓർണമെന്റ്സ് നമുക്ക് ഗോൾഡിലേക്ക് പോകേണ്ടി വരും. ഇതൊരു വൈറ്റ് ടച്ച് ആയതുകൊണ്ട് നമുക്ക് ഗ്രേയിലോട്ട് പോവാം. നോസ്റ്റിപ്പിലേക്ക് നോക്കാം. നോസ്റ്റിപ്പ് എൻ്റെ വിരൽ നോക്കാം. ഇങ്ങോട്ട് നോക്കാം, നോക്കട്ടെ, സെറ്റായിട്ടേ തിറക്കുന്ന. അപ്പൊ സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ലെൻസ് മറിഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. മറിച്ചിട്ടിട്ട് നോക്കാം, എന്നിട്ട് ശരിയാകില്ലാണ്ടെങ്കിൽ ലെൻസ് വെക്കാതെ വെക്കാം. ഓക്കെ, അപ്പോ ലെൻസ് മറിഞ്ഞിട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ഇറിറ്റേഷൻ തോന്നുന്നത്. ലെൻസ് കറക്റ്റ് വേലാണെങ്കിൽ അത് കറക്റ്റ് ഉണ്ടാവും. കറക്റ്റ് വേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ്, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. സീലിന് എടുത്തിട്ട് നമ്മ ഇങ്ങനെ നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഇതിപ്പോ നേരെയുള്ള ലെൻസാണ്. നേരെയുള്ള ലെൻസ് ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വളക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകില്ല, കറക്റ്റ് കിട്ടും. അഥവാ ഇത് മറിഞ്ഞിട്ടാണുള്ളതെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒടിച്ചിൽ വരും. മനസ്സിലാകുന്നുണ്ടാ? നേരെയുള്ള ലെൻസ് ആണെങ്കിൽ ആ ഒടിച്ചിൽ വരൂല, ആ ഒരു റൗണ്ട് അപ്പിൽ തന്നെ പോകും. അതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കാം, നോസ്റ്റിപ്പിലേക്ക് നോക്കാം, വൈറ്റിൽ വെക്കാം, വിരലിങ്ങോട്ട്. ഓക്കെ അല്ലേ? തീർക്കുന്ന
ബ്ലഷ് വെച്ചിട്ട് ഒരു കണ്ണിന് അതിലില്ലാത്ത ബോർഡർ ഇല്ലാത്തൊരു ലുക്കിൽ കൊടുക്കാൻ.
ഉണ്ടല്ലോ അതേ ഡസ്റ്റിങ്ങിൽ കിട്ടുന്ന പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ആക്കി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ്. ഓയിലി സ്കിൻ